മുരളിയും ഉമയും വേർപിരിഞ്ഞിരുന്നുവെങ്കിലും തൻ്റെ രണ്ട് പെൺമക്കളെയും എപ്പോഴും തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു മുരളി. മക്കൾ എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അവരെപ്പോഴും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ മക്കളുടെ എല്ലാ കാര്യങ്ങൾക്കും ഉമയും മുരളിയും ഒരുപോലെ എത്താറുണ്ട്. പ്രേക്ഷകർ എപ്പോഴും അത് ശ്രദ്ധിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ തന്നെ കാണുന്നൊരു വാർത്തയാണിത്. ഇപ്പോഴിതാ മുരളിയുടെ മരണത്തിന് ശേഷവും പ്രേക്ഷകരത് ഓർക്കുന്നുണ്ട്. പ്രേക്ഷകർക്ക് നല്ലവണ്ണം അറിയാവുന്നൊരു വ്യക്തി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മുരളി. അതുകൊണ്ട് തന്നെയാണ് മുരളിയുടെ വാർത്തകൾ വളരെയധികം പ്രേക്ഷകരുടെ പ്രീതിയായി പിടിച്ചു മാറ്റപ്പെടുന്നത്. സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു താരമായി തന്നെ മുരളിയും മാറുന്നുണ്ട്. ഉമയുടെ കല കണ്ട് തന്നെയും ഉമയുടെ ഡാൻസ് കണ്ടും ഇഷ്ടപ്പെട്ട മുരളി അവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം ഉച്ചയിൽ കൊണ്ട് എത്തിക്കുകയും ചെയ്തു. അത്രമേൽ സ്നേഹത്തിലും വളരെയധികം ദയനീയവും കരുണയുമായി കടന്നു പോകുന്ന ദാമ്പത്യ ജീവിതത്തിൽ തന്നെ വളരെയധികം പിന്നീടുള്ള സംഭവവികാസങ്ങൾ നടന്നു. അതിനാൽ തന്നെ ഇവർ തമ്മിൽ പിരിയുകയും ചെയ്തു. അതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ മുരളിയെക്കുറിച്ച് കേട്ടിട്ടുള്ളതും വിമർശനങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് അമ്മയുടെ ചിറകിൽ ഒതുങ്ങാൻ ആഗ്രഹിച്ച മകനായി മാറി. അമ്മയോടൊപ്പം തന്നെ 24 മണിക്കൂറും സമയം ചിലവഴിക്കുന്നൊരു മകനായി മാറി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ മുരളിയെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകർക്കും അറിയാവുന്നത്. ജാനകിയമ്മയുടെ മകനല്ലേ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹവും ഒരു നർത്തകൻ കൂടിയാണ്. അതും പലരും അറിയാതെ പോകുന്നുണ്ട്. പല പ്രേക്ഷകരും അതിനെക്കുറിച്ച് ചോദിക്കുകയും അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആരാധകരുടെ പ്രീതി വളരെയധികം പിടിച്ചു പറ്റുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അത്രമേൽ ചർച്ച ചെയ്യപ്പെടുന്നതും. അദ്ദേഹത്തിൻ്റെ ദാമ്പത്യ ജീവിതം തകർന്നപ്പോഴും തൻ്റെ മക്കളുടെ ജീവിതം ഒരിക്കലും തകരരുത് എന്ന് ആഗ്രഹിച്ച വ്യക്തി കൂടിയാണ് അദ്ദേഹം. എപ്പോഴും അതിനെക്കുറിച്ച് എടുത്തു പറയാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും എടുത്തു പറയുന്ന വാക്കായി ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകരുടെ പ്രീതി ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് ആരാധകർക്ക് വളരെയധികം അത് സ്നേഹമായിട്ടും മാറുന്നത്. പ്രേക്ഷകരോട് വളരെയധികം അടുപ്പം തോന്നുന്ന ഒരു വ്യക്തിയാണ് മുരളി. എന്നാൽ എപ്പോഴും അമ്മയുമായി ജീവിച്ചിരുന്നൊരു വ്യക്തി, അമ്മയോട് മാറി നിൽക്കാൻ ഒട്ടും താല്പര്യപ്പെടാത്തൊരു വ്യക്തി. അങ്ങനെയാണ് എപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നത്. എന്നാൽ അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും മക്കളോടുമൊക്കെ വളരെയധികം സ്നേഹമുണ്ടായിരുന്നു. സ്വന്തം രക്തത്തിൽ പിറന്ന മക്കളാണ്. ആഗ്രഹിച്ച ദൈവം തന്ന 2 കുഞ്ഞുങ്ങളാണ്. അവരോടുള്ള സ്നേഹം എപ്പോഴും മുരളി കാണിക്കാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കാറുമുണ്ട്. ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റുന്ന താരമായി മാറുകയാണ് മുരളി എന്ന് പറയാം. പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് ഇപ്പോഴും മുരളിയെക്കുറിച്ച് തോന്നാറുണ്ടായിരുന്നത്. അമ്മയെ പൊന്നുപോലെ നോക്കുന്ന മകൻ എന്നതിനേക്കാൾ ഉപരി വേർപിരിഞ്ഞിട്ടും 2 മക്കളെ കൈവിടാതെ 2 ചിറകിൽ ഒതുക്കുന്ന ഒരു അച്ഛൻ കൂടിയാണ് മുരളി. ഉമയുമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ആരോടത്തും പറയാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല, പ്രത്യേകിച്ച് മാധ്യമങ്ങളോട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉമയും കുട്ടികളെയും വലിച്ചെറിയാൻ തീരെ താല്പര്യമില്ലാത്തൊരു വ്യക്തി കൂടിയായിരുന്നു ജാനകിയമ്മയുടെ മകൻ. ജാനകിയമ്മ നന്നായി വളർത്തിയൊരു മകൻ തന്നെയാണ്. എന്നാൽ ആ ദാമ്പത്യ ജീവിതം അധികം മാത്രം മുന്നോട്ട് പോകാത്തതിൻ്റെ ഒരു വിഷമം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ മക്കളെ പൊന്നുപോലെ നോക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു താരം തന്നെയായിരുന്നു മുരളി എന്നുകൂടി നമുക്ക് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.